എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നല്ലൊരു വിഷയം ഞാൻ നിങ്ങളടുത്ത് നല്ല വിശദമായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫിസിക്കലി അത്ര ഫിറ്റ് അല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവത്തിൻ്റെ പുറത്തുണ്ടായ ഒരു വിഷയം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വിചാരിക്കുകയാണ്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, നമ്മൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിനെ അത് ബാധിക്കും അല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനൊരു മാനസികമായിട്ട് ഇങ്ങനൊരു ഇതും കൂടെ ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ചുമ്മാ ഫേസ്ബുക്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും കൂടെ കൂടിയിട്ടുള്ളൊരു ഫോട്ടോ കഴിഞ്ഞ മാസം എടുത്തതാണ്. ഞാനത് ഇട്ടു. അതിൻ്റെ വിത്തുമായി ലവ് എന്ന് പറഞ്ഞിട്ട് ലവ്സിൻ്റെ ഇമോജിയൊക്കെ ആയിട്ട് ഞാൻ ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു. അതൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാനിങ്ങനെ ഇങ്ങനെ 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 ചേട്ടൻ്റെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞത് അപ്പം തന്നെ വിട്ടിട്ടാ. അതിന് ഫോട്ടോ ഇട്ട സമയത്ത് അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ഏത് പ്രായത്തിലുള്ളവർക്കും പ്രണയിക്കാം എന്ന് പറയാറുണ്ട്. എപ്പോൾ വേണമെങ്കിലും പ്രണയിക്കാം. പക്ഷേ എല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സമാധാനം വേണം, നമുക്കൊരു എന്താ പറയുക സന്തോഷം വേണം, എല്ലാം വേണം. ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ പലരും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പൈസ ഉള്ളവർക്ക് പൈസ അധികമായാലും സമാധാനം ഉണ്ടാവില്ല, കുടിലിലാണ് സമാധാനം. എനിക്കതൊട്ടും തോന്നിയിട്ടില്ല കേട്ടോ. കുടിലിനൊന്നൊരു സമാധാനം ഉണ്ടാവില്ല. ഇന്ന് കൂലിപ്പണി എടുത്തിട്ട് ഇന്ന് കാശ് കിട്ടി ഇന്നത്തെ കാര്യങ്ങൾ നടത്തി ജീവിക്കുന്ന ആൾക്കാർക്ക് നാളെ പണിയില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ അവർക്കൊന്നൊരു സമാധാനമുള്ളത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബേസിക് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭക്ഷണമാണ്. വിശപ്പാണ് ഏറ്റവും വലുത്. ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് വിശപ്പ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ദുഃഖമുള്ളൂ എന്തായാലും അതങ്ങനെ തന്നെയാണ്. അപ്പം ആ വയറ് വിശന്നിരിക്കുന്ന ആൾക്ക് എവിടെ നിന്ന് പ്രണയം വരാനുണ്ട്? എവിടെ നിന്നും പ്രണയം വരില്ല. അപ്പോൾ നമുക്ക് മനസ്സമാധാനമുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ചോദിക്കും നമ്മുടെ മക്കളെ കാര്യങ്ങൾ, കുഞ്ഞു കുട്ടികളെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അവർക്കെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലി അതൊക്കെ ഉണ്ട്. അപ്പം ഒന്ന് ആലോചിക്കുക, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ കുട്ടികൾക്കൊന്നും വലിയ കാര്യമായിട്ട് പ്രേമങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് ചിന്തകൾ മുഴുവൻ കുറേ അനുഭവിക്കുമ്പോഴേ കുട്ടികളെ മനസ്സിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയായിരിക്കുള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ഇതും വരില്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള വീടുകളിലെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ആർക്കും അങ്ങനെ ഒരു പ്രണയം എന്ന് പറയുന്ന ഒരു മനസ്ഥിതിയിലേക്ക് വരില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമുക്ക് എന്തിനും ഒരു മനസ്സമാധാനം വേണം. പ്രത്യേകിച്ച് പ്രണയം എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് നമ്മളെത്തണമെങ്കിൽ നമുക്ക് നല്ല സമാധാനം, നല്ലൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ പിന്നെ വേറൊരു കാര്യമുണ്ട്, എല്ലാം ഉണ്ടായിട്ട് നമുക്ക് ഇന്നത്തെ സാധിച്ചെടുക്കാം എന്നുള്ളതല്ല. പക്ഷെ അത്യാവശ്യം ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രണയക്കാരുടെ മനസ്സിലുണ്ടാവുള്ളൂ കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ വിശക്കണതിന് ഭക്ഷണം പോലും കഴിക്കാതെ ആരെങ്കിലും പ്രേമിക്കാൻ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. അപ്പം ഞാൻ അധികം സംസാരിക്കുന്നില്ല, എനിക്ക് ആരോഗ്യസ്ഥിതി മോശമാണ്. അപ്പം ഞാൻ നല്ലൊരു വിഷയം എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുണ്ട്, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം. അപ്പം അതിൻ്റെ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സാമ്പത്തികം വലിയൊരു ഘടകം തന്നെയാണ് എല്ലാവർക്കും അല്ലേ. അപ്പം അതിനെ പറ്റിയിട്ട് ഉള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. അപ്പം എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയോട് നിർത്തുകയാണ്. എല്ലാവർക്കും ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പം ലോകത്തിൻ്റെ എമ്പാടുമുള്ള എല്ലാ ഭാരതീയർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഒരുപാട് വൈകി സ്വാതന്ത്ര്യ ദിനാശംസകൾ പറയാൻ കാരണം ഞാൻ പറഞ്ഞില്ല, രാവിലെ മുതൽ ഫിസിക്കലി അത്ര ഫിറ്റല്ല. അപ്പം എനിക്കൊന്നും സാധിച്ചില്ല. അപ്പോൾ എൻ്റെ ഫിസിക്കലിയുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഞാൻ ഒരു ദിവസം പറയുന്നുണ്ട്. കാരണം വെച്ചാൽ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ എന്നോട് 1-2 പേര് ചോദിച്ചൊരു കാര്യം കൂടെ ഞാൻ പറയാം. എന്താണ് ഈ മുടി അഴിച്ചിട്ടിട്ടിരിക്കുന്നത്?
എന്താണ് ദൈവം യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ മേക്കപ്പ് ഒന്നും ഇടാതിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ മാത്രം ഞാനതൊരു സ്ഥലത്ത് പോയി വന്നിട്ട് ഇരുന്നപ്പോൾ ഒരു വീഡിയോ ചെയ്ത് അമ്പലത്തിൽ പോയി വന്നിരുന്നപ്പോഴാണ്. അതിൽ മേക്കപ്പ് ഒന്നുമില്ല, എങ്കിലും പുറത്ത് പോകുമ്പോഴത്തെ ഒരു ഇതിലാണ് ഇരുന്നത്. പിന്നെ വേറെ ഒന്നും ചെയ്തതുപോലെ തന്നെ എന്തോ കാര്യത്തിന് പുറത്ത് പോയി വന്നിരുന്നപ്പോഴാണ് ആ വീഡിയോ ചെയ്തത്. അപ്പോൾ പിന്നത്തെ വീഡിയോസിലൊന്നും മേക്കപ്പ് ഇടൽ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. നമ്മുടെ എപ്പോഴും ഒരു ഒറിജിനാലിറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ചോദിക്കും ഞാൻ മേക്കപ്പ് ചെയ്യാറുണ്ട്, ഒരുങ്ങാറുണ്ട്, ആഭരണങ്ങളൊക്കെ ധരിക്കാറുണ്ട്. അത് ആവശ്യമാണെങ്കിൽ മാത്രം. ഇപ്പോൾ വല്ല ഫങ്ഷൻസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ ഒരുങ്ങിയൊക്കെ പോകും, ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചെങ്കിലും. പിന്നെ പ്രോഗ്രാമുകൾ വരുമ്പോൾ നമുക്ക് ഒരുങ്ങാതെ പറ്റില്ല. ഞാനൊരു കലാകാരിയാണ്, ഞാൻ അതൊക്കെ ഞാൻ പറയാട്ടോ എന്താന്ന്. അപ്പോൾ ഇന്നിപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ അതൊന്നും താല്പര്യപ്പെടുന്നില്ല. പിന്നെ മുടി അഴിച്ചിട്ടേക്കെന്ന് വെച്ചാൽ എനിക്ക് കെട്ടി വയ്ക്കുമ്പോൾ തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പുറത്ത് പോകുമ്പോഴും ഇങ്ങനെ അഴിച്ചിട്ടിട്ട് തന്നെയാണ് ഞാൻ പോകാറുള്ളത്. എൻ്റെ എപ്പോഴത്തെ ഒരു അവസ്ഥ അതാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്കിങ്ങനെ ഇന്നതാണെന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ കൊണ്ട് ഇനി മുടി കെട്ടി വയ്ക്കാത്ത പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലൊന്നും ഞാൻ കുറേ കാലങ്ങളായിട്ട് ചെയ്യാറില്ല. അങ്ങനെയാണ്. അപ്പോൾ എല്ലാ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഭേദമാവും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം ഈ വയ്യാഴികയുടെ ഇടയിൽ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് സന്തോഷം. അപ്പോൾ വീണ്ടും ലോകമെമ്പാടുമുള്ള എല്ലാ ഭാരതീയർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. താങ്ക് യു. ശുഭദിനം.